ഒരു കൊലക്കേസ് പ്രതി അയാൾക്ക് അകമ്പടി സേവിക്കാനും വീട്ടിൽ വേല ചെയ്യാനും അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനും കുറേ പോലീസുകാരും, മാത്രമല്ല സർക്കാരിൻ്റെ പണം മാസം തോറും 53,000-ലധികം രൂപ സർക്കാർ പണവും ഇയാളുടെ വീട്ടിലെത്തുന്നു ഒരു കൊലക്കേസ് പ്രതിയുടെ. നിങ്ങൾ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു? അതായത് ഒരു കൊലക്കേസ് പ്രതിയാണ്, കോടതി ശിക്ഷിച്ച് ജയിലിലാക്കിയ ആളാണ്. അയാൾക്ക് സർക്കാർ വക മാസം തോറും 53,000-ലധികം രൂപ കയ്യിലെത്തുന്നു. അതുപോരാത്തതിന് അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിയുടെ സംരക്ഷണത്തിന് വേണ്ടി 2 പോലീസുകാർ എപ്പോഴും ഉണ്ടായിരിക്കും. വീട് പണി ചെയ്യാൻ, വീട്ടിലെ പണികൾ ചെയ്യാൻ പോലീസുകാരുമുണ്ട്. എന്തൊരു ഭാഗ്യമാണല്ലേ! ഇതേത് നാട്ടിൽ നടന്നതാണ് നിങ്ങൾ ചോദിക്കേക്കാം. വേറെ ഒരിടത്തുമല്ല കേട്ടോ, നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു പ്രതി ഇപ്പോൾ വീട്ടിലാണ് കഴിയുന്നത്, ജയിലിലുമല്ല, വീട്ടിൽ കഴിയുന്നു. വീട്ടിൽ പോലീസുകാർ പ്രൊട്ടക്ഷനുമുണ്ട്, വീട്ടിലെ ജോലി ചെയ്യാൻ പോലീസുകാരുമുണ്ട്. ഇത് കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. നിങ്ങൾ ഞെട്ടുമായിരിക്കാം. പക്ഷേ ഇനി ഈ പ്രതിയുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ഓഹോ എന്ന് ചോദിച്ചേക്കാം. മുൻ IG ആയിരുന്ന ലക്ഷ്മണൻ, അറിയാമല്ലോ, കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു കൊലക്കേസ് പ്രതിയാണ്. കൊലക്കേസ് പ്രതി എന്നാൽ നക്സൽ വർഗീസിനെ വെടിവെച്ച് കൊന്ന പ്രതികളിൽ 2ാം പ്രതിയാണ് ഈ മുൻ IG ആയ ലക്ഷ്മണൻ. ആ കാര്യങ്ങളും കഥകളൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല. നക്സൽ വർഗീസിനെ കൊന്നത് എങ്ങനെയാണെന്നും അയാൾ അവിടെ കൊണ്ടുവന്ന് വരുത്തുകയും അയാളെ ബോധപൂർവ്വം വെടിവെച്ച് കൊല്ലുകയും ചെയ്യാനുണ്ടായത്. വെടിവെച്ച് കൊന്ന കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ അത് തുറന്നു പറയുകയും ചെയ്തു. എന്നെക്കൊണ്ട് വെടിവയ്പ്പിച്ചാണ്. ഈ രാമേന്ദ്രൻ നായരാണ് 1ാമത്തെ പ്രതി. 1998 ഈ കോൺസ്റ്റബിൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്നെക്കൊണ്ട് എൻ്റെ മനസ്സിൽ കിടന്ന് വെങ്ങുന്ന ഒരു കുറ്റബോധമാണ്. ആ ചെറുപ്പക്കാരനെ ഞാനാണ് വെടിവെച്ച് കൊന്നത്. എന്നോട് വെടിവെക്കാൻ എനിക്ക് ഉത്തരവ് നൽകുകയായിരുന്നു ലക്ഷ്മണയും. അതുപോലെ അന്ന് DYSP ആയിരുന്നു ലക്ഷ്മണ. പിന്നെ അന്നത്തെ DIG ആയിരുന്ന ഒരു വിജയകുമാറും. ഇവര് ഉത്തരവ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സോടെ കണ്ണടച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നെഞ്ചിലേക്ക് വെടിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് വെടിവെക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ കുറ്റബോധം എൻ്റെ മനസ്സിലൊന്നും മാറിയിട്ടില്ല. ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇത് തുറന്നു പറഞ്ഞില്ല എങ്കിൽ എന്നെക്കൊണ്ട് എൻ്റെ ആത്മാവിന് പോലും എനിക്ക് ശാന്തി കിട്ടില്ല. അത്രമാത്രം കുറ്റവാളിയാണ് ഞാൻ എന്നൊക്കെയാണ് അന്ന് ഈ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ വിളിച്ചു പറഞ്ഞത്. അതിനുശേഷം കേസ് കൂടുതൽ ശക്തമായി. CBI അന്വേഷണം വന്നു. CBI അന്വേഷണം വന്നിട്ട് CBI കോടതി ഈ ലക്ഷ്മണയെ 2ാം പ്രതിയാക്കി കേസെടുത്ത്. 1ാം പ്രതിയാക്കി ഈ വെടിവെച്ച് കൊന്ന ഈ തുറന്നു പറഞ്ഞ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായരെയും, 2ാം പ്രതിയായി അയാളെ വെടിവെക്കാൻ ഉത്തരവിട്ട അന്ന് DYSP ആയിരുന്ന ലക്ഷ്മണയെയും ഒക്കെയാണ് 2ാം പ്രതിയായിട്ടും ഒക്കെ എടുത്തു. അവസാനം കോടതി വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാമേന്ദ്രൻ നായർ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് കോടതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. ദൈവത്തിൻ്റെ കോടതിയിലെ ശിക്ഷയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. എന്നാൽ ജനങ്ങളുടെ കോടതി ലക്ഷ്മണയെ ജീവപര്യന്തത്തിന് തടവ് വിധിച്ചു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ലക്ഷ്മണ. ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയും CBI കോടതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ ഈ ഉത്തരവ് അംഗീകരിക്കാനുണ്ടായത്, ശരിവയ്ക്കാനുണ്ടായത്. പിന്നെ ലക്ഷ്മണ വീണ്ടും അവിടെ നിന്ന് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും CBI കോടതിയുടെ ജീവപര്യന്തം തടവ് ശരിവയ്ക്കാനുണ്ടായി. അതോടുകൂടി അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഏകദേശം 2010 ഒക്ടോബർ മാസത്തിൽ ഈ ലക്ഷ്മണ തിരുവനന്തപുരം പൂജപ്പര ജയിലിൽ സാധാരണ ഒരു കൊലയാളി തടവുകാരനായി പ്രതിയായി കിടക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹത്തിന് വെറും 2.25 വർഷം മാത്രമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോഴേക്കും 75 വയസ്സ് പൂർത്തിയായതുകൊണ്ട് ഈ 75 വയസ്സായ വയോധികരെ ജയിലിലിടാൻ പാടില്ല എന്നുള്ള ഒരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട്, ഒരു നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് കൊണ്ട് അത് വച്ചിട്ട് അയാളെ ജയിലിൽ നിന്നും വിട്ടു. പക്ഷേ ജയിലിൽ നിന്ന് വിട്ടെങ്കിലും അദ്ദേഹം ജീവപര്യന്ത തടവുകാരനാണ്. അപ്പോൾ ജീവപര്യന്ത തടവുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം കഴിയുന്നത്. പക്ഷേ വീട്ടിൽ 2 പോലീസുകാർ എപ്പോഴും കാവലിനുണ്ടാകും. എല്ലാ കാര്യങ്ങളും അദ്ദേഹം കാവൽ
മാത്രമല്ല അവിടെ വീട്ടുവേല ചെയ്യാനും അവർക്ക് പോലീസുകാരുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ പുണ്യം ചെയ്ത ഒരു കൊലപ്രതി. മറ്റാരെങ്കിലും കൊല ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുന്നില്ല. ഒന്ന്. രണ്ട്, ഇനി ഈ ലക്ഷ്മണയ്ക്ക് ഇപ്പോഴും ഈ കൊലക്കേസ് പ്രതിക്ക് ഇപ്പോഴും കേരള സർക്കാരിൻ്റെ വക പെൻഷൻ കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. പെൻഷൻ ഏകദേശം ഒരു മാസം 53,825 രൂപയാണ് പെൻഷൻ കിട്ടുന്നത് ലക്ഷ്മണയ്ക്ക്. ഇപ്പോഴും അയാൾ പൂജപ്പുര ജയിലിൽ കിടക്കുമ്പോഴും എല്ലാ മാസവും അവിടെ പെൻഷൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അദ്ദേഹം ഒപ്പിട്ട് ജയിലിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ തടവിൽ കിടക്കുമ്പോൾ വീട്ടിലും ഈ 53,825 രൂപ എല്ലാ മാസവും വാങ്ങിക്കുന്നുണ്ട്. അയാൾ തടവുകാരനായതിനു ശേഷം, ജയിലിൽ കിടന്നതിന് ശേഷം കഴിഞ്ഞ 14 വർഷം കൊണ്ട് അദ്ദേഹം 90,42,600 രൂപ, അതായത് 1 കോടിയോളം രൂപ ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷനായി വാങ്ങിയിരിക്കുന്നു ഒരു പ്രതി. ശരി, അദ്ദേഹത്തിന് IG ആയിട്ടിരുന്നതുകൊണ്ട്, പഴയ IG ആയിരുന്നതുകൊണ്ട് കിട്ടുന്ന പെൻഷനാണ് അദ്ദേഹത്തിന് വാങ്ങിച്ചൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ അഭയ കേസിൽ പ്രതിയാക്കപ്പെട്ട ഫാദർ തോമസ് കോട്ടൂരുണ്ട്. അദ്ദേഹം പ്രൊഫസറായിരുന്നു. അങ്ങനെ തോമസ് കോട്ടൂരിനെ പ്രതിയാക്കി അയാൾ ജയിലിൽ ശിക്ഷ വിധിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിനുള്ള പെൻഷൻ റദ്ദു ചെയ്തു. കാരണം പെൻഷൻ ബി എന്ന പദ്ധതി അനുസരിച്ചാണ് അദ്ദേഹം പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിന് റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ ജയിലിലാക്കിയതിന് ശേഷം അഭയ കേസിൽ അയാൾ പ്രതിയാണെന്ന് കാണുകയും അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. അയാളെ ജയിലിലിട്ടതിന് ശേഷം അദ്ദേഹത്തിന് പെൻഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ തോമസ് കോട്ടൂരിനോട് സർക്കാരിന് ഒരു നയം, അതായത് ലക്ഷ്മണയോട് മറ്റൊരു നയം. ലക്ഷ്മണയ്ക്ക് ഇപ്പോൾ 1 കോടിയോളം രൂപ സർക്കാർ കൊടുത്തു കഴിഞ്ഞു തടവുകാരനായിട്ടിരുന്നിട്ടും. എന്നിട്ട് സർക്കാരിൻ്റെ ചെലവിൽ പോലീസ് സംരക്ഷണവും വീട്ടുവേലയ്ക്ക് പോലീസുകാരനും. ഇതാണ് നമ്മൾ കാണുന്ന ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ തകരാറും ഗുരുതരാവസ്ഥയും. നമ്മൾ പലപ്പോഴും ജനാധിപത്യത്തിനെ വെറുത്തു പോകുന്നതും ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോഴാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.